2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ILF-ൽ എം മുകുന്ദൻ മലയാളത്തിന്റെ മഹാമാന്ത്രികൻ എന്ന ടോക്ക് ഷോ സംഘടിപ്പിച്ചു. വായുവിൽ നിന്ന് തനിക്ക് വേണ്ടതുണ്ടാക്കി ഒരു തലമുറയ്ക്ക് കൈമാറിയ എഴുത്തിലെ മാന്ത്രികൻ തന്നെയാണ് എം മുകുന്ദൻ എന്ന ലിജീഷ് കുമാർ പറഞ്ഞു. ഏറ്റവും ചെറുപ്രായത്തിൽ, അതായത് പ്രണയലേഖനം എഴുതേണ്ട പ്രായത്തിൽ ഗുജറാത്തിന്റെ ഒരു കലാപത്തെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു എഴുതിയിരുന്നു. അത് ഇത്തരത്തിലുള്ള ഒരു ആദിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതി. അപ്പോൾ ഒരു ടീനേജിന്റെ ആ ബാല്യത്തിന്റെ സൗന്ദര്യം പോലും റഫായി പോകുന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ, അത് എങ്ങനെയാണ് ഈ നുണയുടെ വിതരണം പൊളിറ്റിക്കലായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ആന്തരികമായ ഭാവനയെ അത് മാറ്റുന്നത് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ 3 എഴുത്ത്. അപ്പോൾ എനിക്കിവിടെ ഒരു തിരുത്താനുള്ളൊരു കാര്യം, ഞാൻ ചിലപ്പോൾ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കില്ല ഇത് പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് ഗുജറാത്ത് കലാപം. അത് സത്യത്തിൽ ഗുജറാത്ത് കലാപമല്ല, അത് ഗുജറാത്ത് വംശഹത്യയാണ്. നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ, ഗൂഗിളിൽ ഒക്കെ തന്നെ ഈ ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് വംശഹത്യയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത് ചെറിയ പരിപാടിയാണ്. വംശഹത്യ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഗൂഗിളിൽ പോലും ഗുജറാത്ത് റൈറ്റ്സ് എന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ജനോസൈഡ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അത് കാണില്ല. ആ ടെർമിനോളജി തന്നെ ഈ ഫാസിസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡിലീഷൻ നടക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ നുണകൾക്കെതിരെയുള്ള ഒരു ചരിത്ര സത്യം തേടി പോകാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിലെ ഏതൊക്കെ നിമിഷങ്ങളെ ഓർത്തെടുക്കണമെന്നും ഏതൊക്കെ നിമിഷങ്ങളെ പ്രതിഫലിപ്പിക്കണമെന്നും ഇത്രമേൽ സൂക്ഷ്മമായി അവതരിപ്പിച്ച രചനാപാടവം എം മുകുന്ദനുണ്ട് എന്ന് ബെന്യാമിൻ വ്യക്തമാക്കി. മുകുന്ദന്റെ ദാർശനികമായ കാഴ്ചപ്പാട് കാലഘട്ടത്തിന്റെ വൈവിധ്യത്തെ എഴുത്തിൽ പ്രതിഫലിപ്പിക്കാനായി എം മുകുന്ദനെ ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് മനോജ് കുറൂർ വ്യക്തമാക്കി. എം മുകുന്ദൻ മലയാളത്തിന്റെ മഹാമാന്ത്രികൻ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. ഇതിനെ അപനിർമ്മിക്കുമ്പോഴെന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതിയെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നേരത്തെ വിനോദട്ടൻ പറഞ്ഞതുപോലെ ഈ ഗാന്ധിയെ കൊന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആര് കൊന്നു എന്ന് പറയാതിരിക്കുമ്പോൾ, നിരന്തരം അത് പറയാതിരിക്കുമ്പോൾ എന്താവും, അതൊരു ശീലമായിട്ട് മാറും. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഗാന്ധിയെ ആരോ കൊന്നു. ഈ കുറേ നാളുകൾ കഴിയുമ്പോഴേക്ക് ഗാന്ധി തന്നെ ഇല്ലാതായി പോവുക, അല്ലെങ്കിൽ ഗാന്ധിയെ ആരോ കൊന്നു എന്നുള്ളൊരു നരേഷനിലേക്ക് വരും. അത് പുതിയ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണ്ടി ഇതിനെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അത് തന്നെയാണ് ഞാൻ നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പിന്നെ അവർക്ക് എന്താണ് ഇവിടെ ആവശ്യം, അതിനനുസരിച്ചുള്ള വളരെ സ്ലോലി അതിനനുസരിച്ച് അതിന് വേണ്ട. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്, പക്ഷേ ഭാവിയിൽ വംശഹത്യയുടെ രാഷ്ട്രപിതാവായിട്ട് ഭാവി തലമുറ അടയാളപ്പെടുത്താൻ പോകുന്നത് ആരാണ് എന്നുള്ളതിന് നമുക്ക് തർക്കമൊന്നുമില്ല. കാരണം ഗുജറാത്തിൽ അത്തരത്തിലുള്ള വംശഹത്യ ഉണ്ടാക്കിയ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഒരാൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ അത്തരത്തിൽ ചരിത്രത്തെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് ഇത്തരം സംഗതികൾ ചെയ്യുന്നു. അത് മാത്രമല്ല, ഈ ഹോളി കൗ എന്ന് പറയുന്ന ഈ പശു പൊളിറ്റിക്സ്, ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ് ഒരു പഴയ പാർലമെന്റിൽ നിന്ന് പുതിയ പാർലമെന്റ് നിർമ്മിച്ചപ്പോഴും അവര് ഒരു ചരിത്രത്തെയാണ് റെഹൻ പറഞ്ഞതുപോലെ നുണകൾ കൊണ്ട് മറ്റൊരു ചരിത്ര നിർമ്മിതിയാണ്, അതൊരു ചരിത്രത്തിന് അപനിർമ്മിതിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ പഴയ പാർലമെന്റിനെ പറ്റി നമ്മൾ ഉറക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ പാർലമെന്റ് ആക്രമണം നടത്തിയത് RSS ആണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം പശു, അതായത് ഗോഹത്യ ഇന്ത്യ മുഴുവൻ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാർലമെന്റ് ആക്രമണം നടത്തിയത് 1966 ഗോൾവാൾക്കറുടെ നേതൃത്വത്തിൽ ഈ പാർലമെന്റ് ഗേറ്റൊക്കെ അടിച്ചു പൊളിക്കുകയും 7 പേര് ആ കലാപം നടന്ന സമയത്ത് 7 പേര് മരണപ്പെടുകയും ഒരു പോലീസുകാരൻ. അനിൽ വെങ്കോട് മോഡറേറ്ററായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.